സുഹൃത്തുക്കളെ, ഞാൻ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടീന്. നമ്മളെ മമ്പാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതി, ടൂറിസം പദ്ധതി ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടീന്. അപ്പോൾ കുറേ ആൾക്കാർ ആശങ്ക അറിയിച്ചു, ഇവിടെ കുടിവെള്ള പദ്ധതിയാണ്, ഇത് മലിനമാകുമോ അതോ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ കാശ്മീർ പോയ ആൾക്കാരാണെങ്കിലും അതുപോലെ പഞ്ചാബിലൊക്കെ പോയ ആൾക്കാരാണെങ്കിൽ ഡാൽ തടാകം പോലുള്ള തടാകത്തിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ട ആൾക്കാരായിരിക്കും. ദുബായിൽ വരെ ഗോൾഡ് സൂക്ക്, ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കണ്ട കുറേ ആൾക്കാരുണ്ടാവും. ആ മാതൃകയിലാണ് നമ്മുടെ മമ്പാട് പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നത്. വമ്പൻ പദ്ധതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ചെറിയ പദ്ധതി എന്ന് ഉദ്ദേശിച്ചാലും പക്ഷേ അതൊരു വമ്പം വിപ്ലവം തന്നെ ആയിരിക്കും. നമ്മളെ മമ്പാടിന് മുഖച്ഛായ തന്നെ മാറ്റുമെന്നല്ല യാതൊരു സംശയമല്ല. 2 കൊല്ലം കഴിഞ്ഞാൽ, 1 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ നമുക്കിവിടെ ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട്. പല മേഖലകളിലും നമ്മൾ വിപ്ലവങ്ങൾ തീർക്കുമ്പോൾ നമ്മളിങ്ങനെ ടൂറിസം മേഖലയിൽ അടി പോയി നിൽക്കുന്നത് ശരിയല്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മളെ ടൂറിസം മേഖലകൾ നമ്മൾ ഉഷാറാക്കി എടുത്താലേ എന്താകുള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നാടിനെന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമുക്ക് വരുമാനമായിരുന്ന മണലിപ്പോൾ നിന്ന്, അതേമാതിരി പണ്ട് നമ്മളെ ഉപ്പമാരൊക്കെ കൊണ്ടുവന്ന ഫോറസ്റ്റ് തേക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പം നിന്നിക്കണേ. ഇപ്പോൾ നമുക്ക് നാട്ടിൽ വരുമാനം കിട്ടണമെങ്കിൽ ടൂറിസം മേഖല അല്ലാതെ വേറൊരു മേഖല നമുക്ക് തിരഞ്ഞെടുക്കാനില്ല. അല്ലാതെ ഈ പുഴ മലിനീകരിച്ചാനോ അല്ല എങ്കിൽ ഇവിടുത്തെ കുടിവെള്ള പദ്ധതി മുട്ടിച്ചാനൊന്നല്ല നമ്മൾ ശ്രമിക്കണത്. ഇത് ഈ വെള്ളം വന്ന് ആരെയും നേരിട്ട് കുടിക്കും. നിങ്ങൾ പറഞ്ഞാണ് ഇപ്പം ഭയങ്കര ചൊറുക്കില്ല വെള്ളറ്റിയപ്പോൾ അത്. അപ്പോൾ നാട്ടിലൊരു വികസനം വരുമ്പോൾ നാടിൻ്റെ പ്രതീക്ഷകൾ നിങ്ങളാരും തകർക്കരുത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അത് രാഷ്ട്രീയമൊന്നുമില്ല നമുക്കിതിൽ.